പാലക്കാടുള്ള ഒരാൾ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരണം എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VS വിജയരാഘവൻ. രാഹുൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാനില്ല എന്നും വിജയരാഘവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇലക്ഷൻ സാഹചര്യങ്ങളെക്കുറിച്ച് VS വിജയരാഘവൻ നമ്മളോട് പ്രതികരിക്കുകയാണ്. 11 സീറ്റ് നിങ്ങളുണ്ടാകുമ്പോൾ 7 സീറ്റ് വരെ ജയിച്ചതാണ്. പാലക്കാട് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നിയോജകമണ്ഡലമില്ല. അത് പറ്റിയ സ്ഥാനാർത്ഥി, അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പൂർണ്ണ തൃപ്തിയില്ല. അതിലൊരുപാട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും അതിൻ്റെ പലവിടെയും പോരായ്മകളുണ്ട്. പാലക്കാട് എന്താണ്? പാലക്കാട് ഇപ്പോൾ രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണോ? അങ്ങനെയാണ് രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം ഇപ്പോൾ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യത്തിൽ നല്ലൊരാൾ ആര് നിന്നാലും വലിയ ഭൂരിപക്ഷത്തിൽ വരും. രാഹുൽ വന്നതിന് കുഴപ്പമില്ല, വന്നു ജയിച്ചു. ഇപ്പം രാഹുലിനെ കുറിച്ച് എങ്ങനെ ഞാൻ പറയും? രാഹുൽ പാർട്ടിക്ക് പുറത്തല്ലേ. പാലക്കാട്ടിലെ കർഷകരുടെ വികാരം അറിയുന്നവരുമാണ്. പാലക്കാട് ടൗണിലാണ് വ്യത്യസ്തമായ ജാതിയും സമുദായവും സാഹചര്യങ്ങളും കൂടാണ്. പാലക്കാടിൻ്റെ പൾസ് അറിയുന്നവരായിരിക്കണം. പാലക്കാട്ടിനകത്ത് അറിയുന്നവർക്ക് കുറച്ചുകൂടി ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവും. ഒരു പുഷിങ്ങുള്ള ഒരു കാൻഡിഡേറ്റ്, ഒരു ഇതുള്ള കാൻഡിഡേറ്റ് വന്നു നിന്നാൽ നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം തന്നെ പലവരും അതിനോട് ശ്രമിക്കുന്നുമുണ്ട്. പ്രൊഫസർമാർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അത് പാലക്കാടുകാരാണ്. പാലക്കാടിൻ്റെ ഇത് അറിയുന്നവർ വരുന്നുണ്ട്. അവർ വന്നാലും ജയിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലുള്ളവർ ആരെങ്കിലും കൊള്ളാവുന്നവർ നിന്നാലും ജയിക്കാം. ഞാൻ അത് പാർട്ടി KPCC തീരുമാനിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് നിൽക്കുന്നത്. അദ്ദേഹം KPCC ഒരു മറിച്ചൊരു തീരുമാനം എടുത്തിട്ടല്ലേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ആ കുടുംബവുമായിട്ട് ഈ കുടുംബം വളരെ വലിയ അകൽച്ചയിൽ നിൽക്കുന്നവർ പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? പാലക്കാടിൻ്റെ ഒരു പൊതുചിത്രവും കോൺഗ്രസിൻ്റെ സാധ്യതകളുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൽ പാലക്കാട് നിയോജക മണ്ഡലത്തെക്കുറിച്ചും പാലക്കാടിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.